ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയും അതേപോലെ തന്നെ മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസാണ്. ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ മോഷൻ അണ്ടർ ഗ്രാവിറ്റി അല്ലെങ്കിൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതായത് നമ്മൾ ഒരു ഹൈറ്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് വിചാരിക്കുക. ഒരു ഹൈറ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിനെ ജസ്റ്റ് നമ്മൾ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക കേട്ടോ, ജസ്റ്റ് താഴത്തേക്ക് ഇടുന്നു. ഓക്കെ, അപ്പോൾ ആ ഒബ്ജക്റ്റ് നോർമലി എന്ത് ചെയ്യും? താഴെ വീഴും. അതിനെയാണല്ലോ നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയുക. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ താഴത്തേക്ക് ഇട്ടാൽ അത് താഴത്തേക്ക് വീഴും. ഓക്കെ, കാരണം എന്താ? ആ ഒബ്ജക്റ്റിനെ എർത്ത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ എർത്ത് ഈ ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഒബ്ജക്റ്റ് നേരെ താഴെ വീഴും. ഓക്കെ, അപ്പോൾ അങ്ങനെ വീഴുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടല്ലേ ആ ഒബ്ജക്റ്റ് താഴത്തേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ മോഷൻ ആരുടെ ഇൻഫ്ലുവൻസിൽ ഉണ്ടായ മോഷനാ? മോഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, താഴത്തേക്കുള്ള മോഷനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് നേരെ താഴത്തേക്ക് വരാനുള്ള കാരണം ആരാണ്? ഒബ്ജക്റ്റ് അതിനെ താഴത്തേക്ക് വലിക്കുന്നതാണ്, ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഇതെന്താണ്? മോഷൻ അണ്ടർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, അഥവാ ഫ്രീ ഫോൾ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ മോഷൻ എങ്ങോട്ടാണ്? താഴത്തേക്കാണ് അല്ലേ? മോഷൻ താഴത്തേക്കാണ്, ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. പിന്നെ നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വെറുതെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, ഇതിനെ താഴത്തേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ എന്താ? പിടിവിടുക, ജസ്റ്റ് കൈ എടുക്കുക. കണ്ടോ, ഇത് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തു, കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഇത് റെസ്റ്റിലാണ്, ഡ്രോപ്പ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടി, കണ്ടോ? അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന കേസിൽ, ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്ന കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ന്യൂമറിക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും കേട്ടോ. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന ഒരു പോയിന്റാണ്, ഒന്ന് ഓർത്ത് വെക്കൊണ്ടു. അപ്പോൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തു അല്ലേ? ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എർത്ത് അതിനെ അട്രാക്ട് ചെയ്യും, അതുകൊണ്ട് ഈ ഒബ്ജക്റ്റ് താഴത്തേക്ക് വരും. ഇതെന്താണ്? മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ ആണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ ഫ്രീ ഫോൾ എന്ന് വിളിക്കും. ഓക്കെ ആണോ? എർത്തിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് മാത്രമാണ് ഒബ്ജക്റ്റ് താഴെ വീഴുന്നത് അല്ലേ? അപ്പോൾ ഈ ഒബ്ജക്റ്റിനൊരു ആക്സിലറേഷൻ ഉണ്ടാവും. അതാണ് എന്ത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? ഗ്രാവിറ്റി കാരണം ഒരു ഒബ്ജക്റ്റിന് കിട്ടുന്ന ആക്സിലറേഷൻ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലാവർക്കും എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. ഇപ്പോൾ പേപ്പറും നമ്മളൊരു എന്തെടുക്കുക? പേന വേണ്ട, പേപ്പറും ഒരു കല്ലും എടുക്കുക. ഈ പേപ്പറും കല്ലും നമ്മൾ ഒരേ ഹൈറ്റിൽ നിന്ന് ഒരേ സമയം താഴത്തേക്ക് ഇട്ടാൽ രണ്ടുപേരും ഒരേ സമയം താഴത്ത് വീഴും, രണ്ടുപേരും ഒരേ സമയം താഴത്തെത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെയല്ലല്ലോ സാറേ, പേപ്പറല്ലേ പതുക്കെ വരിക, പേപ്പർ ഇങ്ങനെ പതുക്കെ അല്ലേ വീഴുക, കല്ലല്ല ആദ്യം താഴത്ത്, നിങ്ങൾ നോർമലി എന്നോട് ചോദിക്കും. പക്ഷേ അവിടെ എന്താണെന്ന് പറയുക, ഒരു പോയിന്റ്, പേപ്പർ പതുക്കെ താഴത്തെത്താൻ കാരണം എയറാണ്. ഈ എയറിൻ്റെ റെസിസ്റ്റൻസ് കാരണം പേപ്പർ ഇങ്ങനെ ആടി താഴത്തെത്താൻ കുറച്ചും കൂടി ടൈം എടുക്കും. പക്ഷേ കല്ലിന് എയർ റെസിസ്റ്റൻസ് കുറവായിരിക്കും, അത് വേഗം താഴത്തേക്ക് വരുന്നതാണ്. ഓക്കെ, എയർ ഇല്ലായിരുന്നെങ്കിൽ രണ്ടുപേരും ഒരേ സമയം താഴത്ത് വീഴും. അതാണ് ഞാൻ പറഞ്ഞത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലാ ഒബ്ജക്റ്റിനും സെയിം ആയിരിക്കും, 9.8 തന്നെ ആയിരിക്കും. ഒരിക്കലും അത് ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബിഗ്ഗർ ഒബ്ജക്റ്റ് ആയാലും സ്മോളർ ഒബ്ജക്റ്റ് ആയാലും എല്ലാ ഒബ്ജക്റ്റിനും ഉണ്ടാകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? സെയിം ആണ്. എർത്ത് കൊടുക്കുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലാവർക്കും 9.8 തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴത്തേക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് താഴെ വീഴും, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ മോഷൻ താഴത്തേക്കാണ്. ആ മോഷൻ എന്ന് പറയുന്ന ഒരു ആക്സിലറേറ്റഡ് മോഷനാണ്. ആ ആക്സിലറേഷൻ കൊടുക്കുന്നത് ആരാണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് എർത്താണ്, അല്ലെങ്കിൽ എർത്തിൻ്റെ ഗ്രാവിറ്റിയാണ്. അതുകൊണ്ട് ആ ആക്സിലറേഷനെ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും. ഇത് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഓർക്കുക, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മുകളിലേക്ക് ത്രോ ചെയ്യാണ്, മുകളിലേക്ക് എറിയാണ്. ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു, ത്രോ ചെയ്യാണ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് നമ്മൾ ത്രോ ചെയ്യുന്ന ഒരു കേസ് എടുത്താൽ അവിടെയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്, നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ ഒരു വെലോസിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ എറിയുന്നത്. അപ്പോൾ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്തല്ല? 0 അല്ല. ഇനീഷ്യൽ വെലോസിറ്റി എന്താവണമെന്നില്ല? 0 ആവണമെന്നില്ല, അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആവില്ല. നമ്മൾ ഒരു ഒബ്ജക്റ്റിന് മുകളിലേക്ക് എറിയുമ്പോൾ ഒരിക്കലും ഇനീഷ്യൽ വെലോസിറ്റി 0 ആവില്ല, കാരണം ഒരു വെലോസിറ്റി നമ്മൾ കൊടുത്താലാണ് അത് മുകളിലേക്ക് പോകുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, മുകളിലേക്ക് പോകും തോറും സ്പീഡ് കുറഞ്ഞു വരും.
ശരിയല്ലേ? ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് എറിഞ്ഞ് നോക്ക്, അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് അത് മാക്സിമം ഹൈറ്റിലെത്തും. ആ മാക്സിമം ഹൈറ്റിൽ, അങ്ങനെ പറഞ്ഞ അർത്ഥം എന്താ? മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? അതിനെത്താൻ കഴിയുന്ന പരമാവധി ഉയരം അതിലെത്തും, പിന്നെ അത് മേലേക്ക് പോകൂല. അപ്പോൾ അതിനർത്ഥം എന്താ? അവിടെ വെച്ചിട്ട് സ്പീഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 ആയിരിക്കും. കാരണം എന്താ? ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മുകളിലേക്ക് എറിയുന്ന സമയത്ത് നല്ല സ്പീഡ് ഉണ്ട്, പിന്നെ അത് മുകളിലേക്ക് പോകുമ്പോൾ എർത്ത് അതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ വലിക്കും. ആ വലി കാരണം അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കുറയും. എന്നിട്ട് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സ്പീഡ് 0 ആണെന്ന് അർത്ഥം. മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മേലേക്ക് പോകില്ല. അതായത് വെലോസിറ്റി അവിടെ വെച്ച് 0 ആയി. പിന്നെ ഒരേ ഒരു ഓപ്ഷൻ എന്തേ ഉള്ളൂ? താഴത്തേക്ക് വരിക. എർത്തിൻ്റെ കൂടെ താഴത്തേക്ക് വരിക, അല്ലെങ്കിൽ എർത്ത് വലിക്കുമ്പോൾ ആ വലി കാരണം താഴത്തേക്ക് വീഴും. അതാണ് സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും, മാക്സിമം ഹൈറ്റിൽ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്ക്, ത്രോ ചെയ്യുമ്പോഴും ആരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്? ഗ്രാവിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലേ? ഗ്രാവിറ്റി അല്ലെങ്കിൽ എർത്ത് ആ ഒബ്ജക്റ്റിനെ താഴത്തേക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ട് അല്ലേ? എർത്ത് ആ ഒബ്ജക്റ്റിനെ താഴത്തേക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ട് അല്ലേ? അവിടെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലേ? അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് ചെയ്യുക, ഒരു ഒബ്ജക്റ്റിനെ ത്രോ ചെയ്യുക, ഇതൊക്കെ എന്താണ്? മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ മോഷനും താഴത്തേക്കാണ്. ഡ്രോപ്പ് ചെയ്യുമ്പോൾ മോഷനും താഴത്തേക്കാണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും താഴത്തേക്കാണ്. രണ്ടും ഒരേ ഡയറക്ഷനിലേക്കല്ലേ? അപ്പോൾ ജിയുടെ വാല്യൂ നിങ്ങൾ എന്തായിട്ട് എടുക്കുക? പോസിറ്റീവായിട്ട് എടുക്കുക, +9.8 എടുക്കുക. എന്നാൽ നമ്മൾ ഈ കേസ് എടുക്കുമ്പോൾ മോഷൻ മുകളിലേക്കാണ്. ത്രോ ചെയ്യുന്ന കേസ് എടുക്കുമ്പോൾ മോഷൻ മുകളിലേക്കാണ്, പക്ഷേ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴത്തേക്കാണ്. അപ്പോൾ മോഷൻ മുകളിലേക്കാണ്, പക്ഷേ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴത്തേക്കാണ് അല്ലേ? ഗ്രാവിറ്റി താഴത്തേക്കല്ലേ? അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും മോഷനും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ജിയുടെ വാല്യൂ നെഗറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക. അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ആവശ്യം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അണ്ടറിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇത് മോഷനില്ല, രണ്ട് ഒബ്ജക്റ്റ് മോഷനിൽ തന്നെയാണ്. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ ഇക്വേഷൻ ഓഫ് മോഷനിൽ ചെറിയൊരു മാറ്റം വരും. അതായത് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കറിയാലോ, v = u + at ആണ്. അതേപോലെ തന്നെ s = ut + ½ at² ആണ്. അതേപോലെ v² - u² = 2as ആണ്. ഇതാണല്ലോ 3 ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, ഈ 3 ഇക്വേഷൻ ഓഫ് മോഷനിൽ ഇവിടെ കണ്ടോ ആക്സിലറേഷൻ, മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ ഏത് ആക്സിലറേഷൻ ഉണ്ടാവുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? അപ്പോൾ എ മാറ്റിയിട്ട് ജി എന്ന് കൊടുക്കുക. ഫ്രീ ഫോളൊക്കെ അല്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവുക ജി. എ ഒക്കെ മാറ്റിയിട്ട് എന്താക്കുക? ജി എന്നാക്കുക. അപ്പോൾ ഇതെന്തായി? ഇക്വേഷൻ ഓഫ് മോഷൻ. എപ്പോൾ? മോഷൻ അണ്ടർ ഗ്രാവിറ്റി. അപ്പോൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഒന്നുമില്ല, എ മാറ്റിയിട്ട് ജി ആക്കുക, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഓക്കെ. എടാ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പല ആളുകളുടെയും വിചാരം മാസും വെയിറ്റും എന്താണ്? സെയിം ആണെന്നാണ്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. മാസും വെയിറ്റും എന്താണ്? രണ്ട് കോൺസെപ്റ്റാണ്. അതായത് മാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയടാ, ഒരു ഒബ്ജക്റ്റ് ഞാൻ എടുത്താൽ, അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റ് ഞാൻ എടുത്താൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഞാൻ എടുത്താൽ അതിലെത്ര എമൗണ്ട് ഓഫ് മാറ്റർ ഉണ്ട്. നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ? കെമിസ്ട്രിയിൽ എല്ലാ സബ്സ്റ്റൻസും മെയ്ഡ് ചെയ്തത് എന്തുകൊണ്ടാണ്? മാറ്ററുകൾ കൊണ്ടാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു ബോഡി ഞാൻ എടുത്തു, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഞാൻ എടുത്തു, ആ ഒബ്ജക്റ്റിനകത്ത് എത്ര മാറ്റർ ഉണ്ട്, അതാണ് മാസ്. ഇപ്പോൾ ഞാനൊരു പേൻ എടുത്തു, ഈ പേനക്കകത്ത് എത്ര മാറ്റർ ഉണ്ട്, അതാണ് അതിൻ്റെ മാസ്. അപ്പോൾ എമൗണ്ടാണ് മാസ് എന്ന് പറഞ്ഞാൽ. എന്താണ്? എമൗണ്ടാണ്. എന്തിൻ്റെ എമൗണ്ട്? മാറ്ററിൻ്റെ എമൗണ്ട്. കണ്ടോ? അപ്പോൾ എമൗണ്ട് ഓഫ് മാറ്ററാണ്. എവിടെ ഉള്ളത്? പ്രസൻറ്റ് ഇൻ എ സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ സബ്സ്റ്റൻസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മാസ് എന്ന് പറയുക. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റാണ് എന്ത്? കിലോഗ്രാം. ഇതിൻ്റെ SI യൂണിറ്റാണ് എന്ത്? കിലോഗ്രാം. ഓക്കെ, SI യൂണിറ്റാണ് കിലോഗ്രാം. ഓക്കെ ആണോ? SI യൂണിറ്റ് കിലോഗ്രാം. ഈ മാസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഈ പേനയുടെ മാസ് അമേരിക്കയിലും ബ്രിട്ടനിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ എന്തുതന്നെയായിരിക്കും? സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ മൂണിൽ പോവാണ്, അപ്പോഴും മാസ് സെയിം തന്നെ ആയിരിക്കും
അതായത് ഒബ്ജക്റ്റിൻ്റെ മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പ്ലേസിൽ അതല്ലെങ്കിൽ ഒരിക്കലും പ്ലേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എല്ലാ പ്ലേസിലും ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം എന്താ, അത് എമൗണ്ട് ഓഫ് മാറ്ററാണ്. ഇപ്പോൾ ഇതിനകത്തുള്ള എമൗണ്ട് ഓഫ് മാറ്റർ മാറുമോ, ലൊക്കേഷൻ മാറി എന്ന് വിചാരിച്ച് മാറുമോ? ഇല്ല. കാരണം ഇതിനകത്തുള്ള എമൗണ്ട് ഓഫ് മാറ്റർ എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അതൊരിക്കലും പ്ലേസ് ടു പ്ലേസ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എവിടേക്ക് പോയി, ഇപ്പോൾ എർത്തിൽ നിന്ന് മൂണിലേക്ക് പോയി എന്ന് കരുതി മാസ് ഒരിക്കലും മാറില്ല. മാസ് ആൾവേസ് കോൺസ്റ്റൻ്റ് ആണ്. കാരണം എന്താ, അത് എമൗണ്ട് ആണ്, എമൗണ്ട്, അതുകൊണ്ട് അത് മാറില്ല. പക്ഷെ നമ്മൾ വെയ്റ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ വെയ്റ്റിനൊരു പ്രശ്നമുണ്ട്. വെയ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമുക്കറിയാം എല്ലാ ഒബ്ജക്റ്റിനെയും എർത്ത് അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് പൊക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതൊരു ഒബ്ജക്റ്റാണ്, ഇത് എർത്താണ് വിചാരിക്കും കേട്ടോ. ഈ എർത്തിൻ്റെ മുകളിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ഇതൊരു ഒബ്ജക്റ്റാണ്, ഈ ഒബ്ജക്റ്റിനെ നമ്മൾ മുകളിലേക്ക് പൊക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് ആരാ, എർത്താണ്. എർത്ത് ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, താഴത്തേക്ക് വലിക്കുന്നുണ്ട്. ഇതാണ് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, താഴത്തേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ ഈ എർത്തിൻ്റെ ഈ വലിയാണ് ആ ഒബ്ജക്റ്റിനെ പൊക്കാൻ നമുക്ക് തടസ്സം. നമ്മൾ വെയിറ്റ് കൂടുതലാന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, അതല്ലേ വെയിറ്റ് കൂടുതൽ. നമ്മളൊരു സാധനത്തിന് നമ്മൾ പൊക്കുമ്പോൾ അതിന് പൊക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ്, അതല്ലടാ വെയിറ്റ്. ഇപ്പം ഞാൻ ഒരു ഒബ്ജക്റ്റ്, ഒരു കല്ല്, വലിയൊരു കല്ല്, ആ കല്ലിനെ ഞാൻ പോയിട്ട് ഇങ്ങനെ പൊക്കുക, അപ്പോൾ ഉന്തുന്നില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, അതിന് വെയിറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്നറിയോ, എർത്ത് അതിനങ്ങോട്ട് പിടിച്ച് താഴത്തേക്ക് വലിക്കുകയാണ്, ഇന്ന പൊക്ക സമ്മതിക്കണില്ല. എർത്ത് പറയാൻ ഇജ്ജ് പൊക്കണ്ട എന്ന് പറഞ്ഞിട്ട് എർത്ത് ആ പാറനെ അല്ലെങ്കിൽ ആ കല്ലിനെ പിടിച്ചിങ്ങനെ താഴത്തേക്ക് വലിക്കുകയാണ്. ഓക്കെ, ആ വലിയാണ് വെയിറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഒബ്ജക്റ്റിനെ എർത്ത് എത്ര ഫോഴ്സിലാണ് അട്രാക്ട് ചെയ്യുന്നത്, അതാണ് വെയിറ്റ്. ഓക്കെ, ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ നമുക്കതിനെ പൊക്കാൻ പറ്റില്ല. അതായത് എർത്ത് ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്നത് നല്ല ഫോഴ്സിലാണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിനെ മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ നല്ല പണിയാണ്. അപ്പോൾ നമ്മൾ നല്ല വെയിറ്റ് ഉണ്ട് കയറി, ശരിയല്ലേ? ഇതാണ് സംഗതി. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ആരുടെ മുകളിലുള്ളത്, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കേട്ടോ. അല്ലെങ്കിൽ ഏത് പ്ലാനറ്റിലാണോ ഇരിക്കുന്നത് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഇതാണ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ വെയിറ്റിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, SI യൂണിറ്റ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ, ന്യൂട്ടൺ. ഇപ്പോൾ വെയിറ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. മനസ്സിലായോ? ആ വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ, F = ma അല്ലേ, F = ma. പക്ഷേ ഇവിടെ നോക്ക്, എർത്താണ് അട്രാക്ട് ചെയ്യുന്നത്. എർത്തിൻ്റെ അട്രാക്ഷൻ കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്താ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ നമ്മളിവിടെ F = mg എന്നാണ് എഴുതുക. അതായത് എർത്ത് ഒബ്ജക്റ്റിൻ്റെ മുകളിൽ പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒബ്ജക്റ്റിൻ്റെ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അതായത് W = എന്താണ്, mg. ഇതാണ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചിട്ട് നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ, അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, F = ma യും യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഈക്വൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഡിറൈവ് ചെയ്തത്. സംശയമുള്ള ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അതിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, W = mg. ഓക്കെ, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കടാ, ഇനി നമ്മളെ വെയിറ്റ് അപ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റി മാറിയാൽ വെയിറ്റ് മാറും. അതായത് എർത്തിൻ്റെ ഗ്രാവിറ്റി കൂടുതലാണെങ്കിൽ എർത്തിലിരിക്കുന്ന ഒബ്ജക്റ്റുകളുടെ വെയിറ്റ് കൂടുതലായിരിക്കും അല്ലേ. എന്നാൽ നമ്മൾ മൂണിലേക്ക് പോവുകയാണെങ്കിൽ മൂണിൻ്റെ ഗ്രാവിറ്റി കുറച്ച് വീക്കാണ്, മൂണിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറച്ച് കമ്മിയാണ്. അതുകൊണ്ട് മൂണിലിരിക്കുന്ന ഒബ്ജക്റ്റുകളുടെയൊക്കെ വെയിറ്റ് എന്തായിരിക്കും, എർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. അതായത് ഇവിടെ നമുക്ക് നല്ല വെയിറ്റുള്ള വസ്തുക്കളൊക്കെ നമ്മൾ മൂണിൽ കൊണ്ടുപോയി വെച്ച് ഉയർത്താൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പൊക്കാൻ പറ്റും. ഓക്കെ, കാരണം എന്താണെന്നറിയോ, മൂണിൻ്റെ ഗ്രാവിറ്റി കമ്മിയാണ്. അതുകൊണ്ട് മൂണിൻ്റെ മുകളിലുള്ള ഒബ്ജക്റ്റിൻ്റെയൊക്കെ വെയിറ്റ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും.